നമസ്കാരം കൂട്ടുകാരെ, ഫ്ലേവേഴ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലോലിപ്പോപ്പാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 2 നേന്ത്രപ്പഴമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ ഇടുക. ഇതോടൊപ്പം ഒരു പഴത്തിന് 2 ടേബിൾ സ്പൂൺ അളവിൽ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ചേർക്കുക. ഹോർലിക്സാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കാവുന്നതാണ്. ബൂസ്റ്റാണെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കേണ്ടതില്ല. പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പഴം നോക്കിയെടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ടി വരില്ല. ഷുഗർ ചേർത്താൽ കുറച്ച് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. ഞാനെടുത്തിരിക്കുന്ന പഴത്തിന് അല്പം മധുരം കുറവായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിംഗ് ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം ഒരു പഴത്തിന് 1/4 കപ്പ് മൈദ എന്ന കണക്കിന് 2 പഴത്തിന് 1.5 കപ്പ് മൈദ പലതവണയായി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഡോ തയ്യാറാക്കിയെടുക്കുക. പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മൈദയുടെ അളവിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ വെച്ച് ഇത് നല്ല ഷേപ്പാക്കി എടുക്കാം. സ്പൂണിൽ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഉപയോഗിക്കുക. ഓരോ സ്റ്റിക്കും ഇതുപോലെ തന്നെ ഇൻസർട്ട് ചെയ്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് മോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിനകത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇരുവശവും ഫ്രൈ ആയി കഴിഞ്ഞാൽ കോരിയെടുത്ത് അടുത്ത ബാച്ച് വറുത്തെടുക്കാവുന്നതാണ്.
പഴം കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഈ വിഭവം ഏറെ രുചികരവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.